ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ജിമ്മിൽ പോകുന്ന മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ് ആണ് ഈ ക്രിയാറ്റിനും വേ പ്രോട്ടീനും. കാരണം വേ പ്രോട്ടീൻ കഴിച്ചാലും നല്ല റിസൾട്ട് ഉണ്ടാവും, ക്രിയാറ്റിൻ കഴിച്ചാലും നല്ല റിസൾട്ട് ഉണ്ടാവും. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു സപ്ലിമെന്റ് ആണ്. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ഗ്രാംസ് കഴിക്കാം, എങ്ങനെ മിക്സ് ചെയ്യണം, എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. സോ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഫസ്റ്റ്, ക്രിയാറ്റിൻ കഴിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ്. ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ നമ്മുടെ എൻഡുറൻസ് ആൻഡ് മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ 10 ഷോൾഡർ പ്രസ് ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു 2-3 റെപ്സ് കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. അതായത് നിങ്ങളൊരു 20-30 kg ആണ് നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 40-45 kg വരെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ്, ക്രിയാറ്റിൻ എങ്ങനെ യൂസ് ചെയ്യാം, ഒരു ദിവസം എത്ര ഗ്രാം കഴിക്കുക. ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ്, ക്രിയാറ്റിൻ ലോഡിംഗ് ഫേസ്, അതായത് ഫസ്റ്റ് 7 ഡേയ്സിൽ 25 ഗ്രാം ക്രിയാറ്റിൻ എടുത്ത് 200 ml വാട്ടർ മിക്സ് ചെയ്ത് കുടിക്കണം. എന്നിട്ട് 8, 9, 10 ദിവസങ്ങൾ അങ്ങോട്ട് പിന്നെ 5 ഗ്രാം ക്രിയാറ്റിൻ എടുത്ത് 200 ml വാട്ടർ മിക്സ് ചെയ്ത് കുടിക്കണം. ഒരു 250 ഗ്രാം ക്രിയാറ്റിൻ മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു 3 മാസം വരെ യൂസ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെയിലി 5 ഗ്രാം ക്രിയാറ്റിൻ 200 ml വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിക്കുക. ഈ 2 മെത്തേഡ്സിലും എന്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 2 വീക്സിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സ് ആൻഡ് റിസൾട്ട്സ് കിട്ടി തുടങ്ങും. പിന്നെ സെക്കൻഡ് മെത്തേഡ് നിങ്ങൾ ഡെയിലി 5 ഗ്രാം ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഒരു 3-4 വീക്സ് കഴിയും അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങാനായിട്ട്. ഇതിൽ രണ്ടിലും നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ നമ്മുടെ മസിൽസ് അബ്സോർബ് ചെയ്തെടുക്കും. അതായത് നമ്മുടെ മറ്റ് ഓർഗൻസിലെ വാട്ടർ പോലും നമ്മുടെ മസിൽസ് അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാൾ 5 ലിറ്റർ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. അതുപോലെ നമ്മൾ പാസ് ചെയ്യുന്ന യൂറിൻ ഡെയിലി ശ്രദ്ധിക്കണം. യെല്ലോയിഷ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറവാണ്. വെള്ളത്തിന്റെ കളർ ആണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പ്രോബ്ലം വരും, ലിവർ പ്രോബ്ലം വരും, അതുപോലെ ഹെയർ ലോസ്, ഇതൊക്കെ വരുമെന്ന് പറയുന്നത് വെറുതെയാണ്. ക്രിയാറ്റിൻ ഒരു നല്ലൊരു സേഫ്റ്റി സപ്ലിമെന്റ് ആണ്. കാരണം എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇത് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ടീനേജും അതുപോലെ 20 വയസ്സ് മുതൽ 40-55 വയസ്സ് വരെ ആൾക്കാരും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കഴിച്ചു നോക്കി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സേഫ് സപ്ലിമെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് വാട്ടറിലും മിക്സ് ചെയ്ത് കുടിക്കാം, ജ്യൂസിലും മിക്സ് ചെയ്ത് കുടിക്കാം, അതുപോലെ പ്രോട്ടീൻ ഷേക്കിലും മിക്സ് ചെയ്ത് കുടിക്കാം. അങ്ങനെ എങ്ങനെ വേണേലും ഇത് കൺസ്യൂം ചെയ്യാം. ക്രിയാറ്റിൻ നമുക്ക് എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്. സോ ഞാനൊരു ചെറിയൊരു സയൻസ് ക്ലാസ് എടുക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മസിൽസിൽ എവിടെ നിന്ന് എനർജി കിട്ടുന്നത്, നമ്മുടെ മസിൽ സെൽസിൽ ATP മോളിക്യൂൾസ് ഉണ്ട്. അതായത് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. അഡിനോസിന്റെ കൂടെ 3 ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉള്ളത് കൊണ്ടാണ് അതിന് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ആ ഫോസ്ഫേറ്റിലെ ലാസ്റ്റ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ ബ്രേക്ക് ആകുമ്പോഴാണ് നമ്മളെ മസിലിൽ എനർജി റിലീസ് ചെയ്യുന്നത്. ആ ലാസ്റ്റ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ ബ്രേക്ക് ആകുമ്പോൾ ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഓരോ തവണ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിലെ ഓരോ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ബ്രേക്ക് ആവും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ എല്ലാ ATP മോളിക്യൂൾസും ADP മോളിക്യൂൾസ് ആയിട്ട് മാറും. ഈ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് അതായത് ADP വേസ്റ്റ് മോളിക്യൂൾ ആണ്, ATP ആണ് യൂസ്ഫുൾ മോളിക്യൂൾ. നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ക്രിയേറ്റ് ആവും. ATP ADP ആയിട്ട് മാറുമ്പോൾ, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോൾ ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് അതിൻ്റെ കൂടെ മിക്സ് ആകും. അപ്പോൾ ഈ ഡൈഫോസ്ഫേറ്റ് ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ ബോഡി അതിനെ വീണ്ടും എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ക്രിയാറ്റിൻ കഴിക്കുന്ന ഒരാളുടെ ബോഡിയിൽ ATP ADP ആയിട്ട് മാറും, ADP വീണ്ടും ATP ആയിട്ട് മാറും. ഇതാണ് ക്രിയാറ്റിന്റെ യൂസ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറെ ATP മോളിക്യൂൾസ് കൂടെ പുതുതായിട്ട് ഫോം ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും, എനർജി കിട്ടും. ഇതാണ് നമ്മളെ എൻഡുറൻസ് സ്ട്രെങ്ത് ഇൻക്രീസ് ആകുന്നതിന്റെ റീസൺ. സോ ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ പോകുന്ന ഹെൽത്ത് ക്ലബ് അല്ലെങ്കിൽ ജിമ്മിൽ അവിടെ പഠിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അഡ്വൈസ് കൂടെ ഫോളോ ചെയ്യുക. കാരണം എനിക്കറിയില്ല നിങ്ങളുടെ ഏജും എക്സ്പീരിയൻസും 1 മാസമാണോ 6 മാസമാണോ 1 വർഷമാണോ, അതുപോലെ നിങ്ങൾ എങ്ങനത്തെ ട്രെയിനിങ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ. സോ അവരുടെ അഡ്വൈസ് കൂടെ കേൾക്കുക, അവർ നിങ്ങളെ ക്ലിയർ ആയിട്ട് ഗൈഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിയുന്നതും നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.